എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈൽസിനെ കുറിച്ചാണ്. ടൈല് രണ്ട് തരമുള്ളത്, സെറാമിക് ടൈലും വിട്രിഫൈഡ് ടൈലും. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത് വിട്രിഫൈഡ് ടൈലാണ്. ഒന്നും കൂടി ക്വാളിറ്റി കൂടിയതും വിട്രിഫൈഡ് ടൈലാണ്. അപ്പം വിട്രിഫൈഡ് ടൈൽ തന്നെ 4 ടൈപ്പ് ഉണ്ട്: PVT, GVT, ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈല്, പിന്നെ ഡബിൾ ചാർജ് വിട്രിഫൈഡ് ടൈല്. അങ്ങനെ 4 ടൈപ്പാണ് ഉള്ളത്. അതിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം GVT. GVT വരുന്നത് അതിൻ്റെ മേലത്തെ കോട്ടിങ് പ്രിൻ്റഡ് ആയിരിക്കും. മേലത്തെ കോട്ടിങ് അധികം ഡെപ്ത് ഇല്ലാത്ത കോട്ടിങ് ആയിരിക്കും മേലത്തെ കോട്ടിങ് വരിക. അപ്പോൾ നമുക്ക് ഈ മേലത്തെ കോട്ടിങ് തന്നെ പ്രിൻ്റ് ചെയ്ത് വരുന്നത് തന്നെ നമുക്ക് പരമാവധി ഡിസൈനിൽ അത് കിട്ടും. നമ്മൾ ബാംബു ഡിസൈന്, പിന്നെ പല ഡിസൈനുകളും പല വെറൈറ്റി ഡിസൈനുകളും നമുക്ക് GVT അവൈലബിൾ ആണ്. GVT ആണ് ഒന്നും കൂടി കോസ്റ്റ് കുറഞ്ഞതും. GVT നമ്മൾ പൊതുവെ ഉപയോഗിക്കേണ്ടത് അധികം റഫായിട്ട് യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ GVT യൂസ് ചെയ്യാം. GVT യൂസ് ചെയ്യാൻ നമ്മൾ സിറ്റ് ഔട്ട്, നമ്മളിപ്പോൾ അധികം തൊടാത്ത വാള് ഇങ്ങനത്തെ ഏരിയയിൽ മാത്രം, സിറ്റ് ഔട്ട് അങ്ങനത്തെ ഏരിയയിലൊക്കെ നമുക്ക് GVT യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് PVT തന്നെ GVTനെക്കാട്ടി ഒന്നും കൂടി ഗ്ലോസിനെസ് ആയിങ്ങാണ്ട് വരുന്നതാണ് PVT ഇങ്ങനെ തന്നെ അധികം റഫ് സർഫസിൽ യൂസ് ചെയ്യരുത്. ഒന്നുകൂടി ഗ്ലോസിനെസ് വേണ്ട സർഫസിൽ മാത്രം യൂസ് ചെയ്യാം. GVTനെക്കാട്ടി ഒന്നും കൂടി കോസ്റ്റ് കൂടുതലാണ്. പിന്നെ അടുത്തതാണ് വരുന്നത് ഡബിൾ ചാർജ്ഡ് വിട്രിഫൈഡ് ടൈല്. ഡബിൾ ചാർജ്ഡ് വിട്രിഫൈഡ് ടൈലാണ് നമ്മൾ പൊതുവെ റഫ് സർഫസിൽ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വീടുകൾ റെസിഡൻഷ്യൽ വർക്കിനൊക്കെ കൂടുതൽ റഫ് സർഫസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡബിൾ ചാർജ്ഡ് വിട്രിഫൈഡ് ടൈലാണ്. അപ്പോൾ നമ്മളെ കിച്ചണ്, നമ്മൾ അധികം നടക്കണ ഏരിയ, അധികം റഫായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ചാർജ്ഡ് വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്യണം. പിന്നെ വരുന്നതാണ് ഫുൾ ബോഡി. ഈ ഡബിൾ ചാർജ്ഡ് വിട്രിഫൈഡ് ടൈൽ മറ്റു രണ്ട് ടൈലിനെ കാട്ടി ഒന്നും കൂടി കോസ്റ്റ് കൂടുതലായിരിക്കും. കോസ്റ്റ് കൂടാൻ കാരണം ഇതിൻ്റെ നമ്മളെ മേലെ വരുന്ന ആ കോട്ടിങ് ഡബിൾ ഇരട്ടിയായിട്ട് വരുന്നുണ്ടാവുക. അപ്പം മേലെ ചെറിയൊരു സ്ക്രാച്ച് ഇതൊന്നും വന്നാലൊന്നും നമുക്ക് അതിൻ്റെ ഫിനിഷിനെ ബാധിക്കൂല. പിന്നെ വരുന്നതാണ് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈല്. ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈല് പറഞ്ഞാൽ അതിൻ്റെ എൻ്റയർ തിക്നെസ്സിലും എൻ്റയർ ബോഡിയിലും ഒരേ മെറ്റീരിയലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ റേറ്റും അതേമാതിരി കൂടുതലായിരിക്കും. ഇത് നമുക്ക് പൊതുവെ നമ്മളെ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ അത്രയും കോസ്റ്റ്ലിയാണ്. ഇത്രയും കോസ്റ്റ് നമ്മൾ മുടക്കിയാണ്ട് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈല് യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് മാക്സിമം നമ്മൾ റെസിഡൻഷ്യൽ വർക്കിനൊക്കെ ഡബിൾ ചാർജ്ഡ് വിട്രിഫൈഡ് ടൈൽ വരെ യൂസ് ചെയ്താൽ മതി. ഫുൾ ബോഡി നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഹോട്ടലിൽ, പിന്നെ ഓഡിറ്റോറിയം, അങ്ങനത്തെ വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക.